السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. അൽഹംദുലില്ലാ, മണ്ണും മിണ്ണും സർവ്വചരാചരങ്ങളും വലിയ ആനന്ദത്തിലും ആവേശത്തിലും ആഹ്ലാദത്തിലും പ്രിയപ്പെട്ടവരെ വീർപ്പുമുട്ടി നിൽക്കുകയാണ്. ഈ മഹനീയമായ സന്ദർഭത്തിൽ, ഈ പരിശുദ്ധമായ ഈദുൽ ഫിത്തറിൻ്റെ ചെറുപെരുന്നാൾ ദിനത്തിൻ്റെ ഏറ്റവും മനോഹരമായ പ്രഭാതത്തിൽ എൻ്റെ പ്രിയപ്പെട്ട അൻവാർ ഫജറിൻ്റെ മുഴുവൻ കുടുംബങ്ങൾക്കും എല്ലാ വിശ്വാസിനികൾക്കും മനസ്സ് നിറച്ച് പെരുന്നാൾ ആശംസകൾ ആദ്യമായിട്ട് നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ. ഈദ് മുബാറക്. അൽഹംദുലില്ലാ, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തെ സർവ്വചരാചരങ്ങളും വലിയ ആനന്ദത്തിലും സന്തോഷത്തിലുമാണ്. അതിനേക്കാൾ ഉപരി അള്ളാഹുവിൻ്റെ മലക്കുകൾക്ക് വല്ലാത്ത സന്തോഷമാണ്. അതിനേക്കാൾ ഉപരി വിശ്വാസികളുടെ മാനസങ്ങൾ വലിയ ആനന്ദത്തിലും സന്തോഷത്തിലും പെരുന്നാളിൻ്റെ വലിയ ആഹ്ലാദത്തിലും നിലകൊള്ളുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ പെരുന്നാൾ ദിനത്തിൽ മുഅ്മിനീങ്ങളായ വിശ്വാസികളായ ആളുകൾക്ക് നൽകാൻ പോകുന്ന വലിയ സമ്മാനം, ആ സമ്മാനത്തിൻ്റെ സന്തോഷ വാർത്ത, ഗുഡ് ന്യൂസ്, സുവാർത്ത അറിയിച്ചുകൊണ്ട് ഓരോ വഴിയോരങ്ങളിലും അള്ളാഹുവിൻ്റെ മാലാഖമാർ കാത്തു നിൽക്കും എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തവർ പറയുന്നത്? അവർ പറയുന്നത് 30 ദിവസത്തെ അല്ലെങ്കിൽ ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനം നിങ്ങളോട് അള്ളാഹു പറഞ്ഞിരുന്നു, നിങ്ങൾ നോമ്പെടുത്തവരാണ്. നിങ്ങൾ രാത്രികളിൽ പ്രയാസപ്പെട്ടാണെങ്കിൽ പോലും തറാവീഹ് നിസ്കരിച്ച ആളുകളാണ്. റമളാനിൽ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി ഖുർആൻ ഓതിയവരാണ്, ദിക്ർ ചൊല്ലിയവരാണ്. ലൈലത്തുൽ ഖദറിന്റെ രാവിനെ നിങ്ങൾ പോരിശയാക്കപ്പെട്ട രാവുകളെ നിങ്ങൾ സജീവമാക്കിയവരാണ്. ഓരോ നന്മകൾ ചെയ്ത് റാഹത്തായി അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടി കരഞ്ഞ് തൗബ ചെയ്ത് അള്ളാഹുവിൻ്റെ റിളാഇന് വേണ്ടി പരിശ്രമിച്ച ആളുകളാണ്. അതുകൊണ്ട് ഒരു മാസക്കാലത്തെ നിങ്ങളുടെ ജോലിയുടെ അധ്വാനത്തിൻ്റെ കൂലി ഇന്ന് നൽകുന്ന യൗമുൽ ജായിസ, നിങ്ങൾക്ക് കൂലി നൽകുന്ന ദിവസമാണ് പെരുന്നാൾ എന്ന് മലക്കുകൾ വിളിച്ചു പറയുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വഴിയോരങ്ങളിൽ മലക്കുകൾ അനൗൺസ് ചെയ്യുകയാണ്, നിങ്ങൾ റാഹത്തായി നിങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങിക്കോളൂ. പെരുന്നാൾ നിസ്കരിക്കാൻ വരുന്ന മുഅ്മിനീങ്ങളോട് അള്ളാഹിൻ്റെ മലക്കുകൾ വിളിച്ചു പറയുന്നത് അങ്ങനെയാണ്, പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങിക്കോളൂ. അള്ളാഹു നിങ്ങൾക്ക് സകല പാപങ്ങളും പുറത്തു തന്നിട്ടുണ്ട്, അള്ളാഹു നിങ്ങൾക്ക് ഉന്നതമായ കൂലി നൽകിയിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കുമെന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ആ മഹനീയമായ സാന്നിധ്യത്തിന്, മഹനീയമായ മഹത്വത്തിൻ്റെ അവകാശത്തിന് അള്ളാഹു നമ്മളെ ചേർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ചെറുപെരുന്നാൾ നൽകുന്ന സന്ദേശം എന്താണ്? പരിശുദ്ധമായ ഈദുൽ ഫിത്തർ നൽകുന്ന സന്ദേശം എന്താണ്? ഈ സന്തോഷത്തിനിടയിൽ പരിശുദ്ധമായ ദീൻ ഈ പെരുന്നാളിൻ്റെ സുദിനത്തിൽ നൽകുന്ന ഏറ്റവും മഹനീയമായ ഉന്നതമായ ഉദാത്തമായ സന്ദേശം എന്താണ്? ഒരു മാസക്കാലം മുഴുവനും പ്രിയപ്പെട്ടവരെ, ചൂടുണ്ടായിട്ടും ദാഹിച്ചിട്ടും വിശപ്പുണ്ടായിട്ടും കയ്യെത്തും ദൂരത്ത് ഭക്ഷണമുണ്ടായിട്ടും അല്ലാഹുവേ ഞങ്ങളത് തൊടുന്നില്ല. എന്താ കാരണം? നീ ഞങ്ങളോട് ഭക്ഷണം പകലിൽ വേണ്ടെന്ന് പറഞ്ഞു, പട്ടിണി കിടക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളത് ഏറ്റെടുത്തു, ഞങ്ങൾ തയ്യാറായി. ഞങ്ങൾക്കിനി വെള്ളം വേണ്ട, ഭക്ഷണം വേണ്ട, നിനക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെച്ചു. ക്ഷീണമുണ്ടായിട്ടും രാത്രികളിൽ ഫുൾ ടൈം കിടന്നുറങ്ങിയില്ല. ഞങ്ങൾ നിസ്കാരങ്ങൾ സജീവമായി. ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് ഞങ്ങളൊരു ചൈതന്യം വാർത്തെടുത്തു. ഇതൊരു മുഅ്മിനിൻ്റെ കൽബ് പറയുകയാണ്. ഈ ചൈതന്യം, ഈ ഒരു തഖ്വയുടെ ചൈതന്യം, ഈ ഒരു ഇഖ്ലാസിൻ്റെ ചൈതന്യം റബ്ബേ, പെരുന്നാളിൻ്റെ ഇന്നത്തെ സുദിനത്തിൻ്റെ ചില്ലറ ആസ്വാദനങ്ങളോടെ ഞങ്ങൾ മുറിച്ചു കളയാൻ, ബാത്തിലാക്കി കളയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഒരു ചൈതന്യത്തോടെ ഞങ്ങൾ തുടർന്ന് ജീവിക്കുകയാണ്. അതായത് ഈ കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളുടെ നോമ്പും നിസ്കാരവും നമ്മുടെ കൽബിൽ ഈമാനികമായൊരു മാറ്റമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഇന്നു മുതൽ, നാളെ മുതൽ നമ്മൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് അൽഹംദുലില്ലാ കടക്കാൻ തയ്യാറുണ്ടെങ്കിൽ, റമളാന് മുമ്പുള്ള ജീവിതത്തിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറില്ല, ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ മടങ്ങുകയാണ്. അത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ പൊരുത്തത്തിന് വേണ്ടി അമൽ ചെയ്യുന്ന ജീവിതമാണ്, ഇഖ്ലാസുള്ള ജീവിതമാണ്, തഖ്വയുള്ള ജീവിതമാണ്, യഖീനുള്ള ജീവിതമാണ്. എന്നാൽ അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുത്ത് അങ്ങനെ ആകുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നോമ്പ് കബൂലായി, നമ്മുടെ തറാവീഹ് സ്വീകരിച്ചു. ഒരു മാസക്കാലത്തെ നമ്മുടെ റമളാൻ നോമ്പ് സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളം ഇന്നു മുതൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്കിയിട്ടാണ്. നമ്മൾ പഴയതുപോലെ പഴയ അവസ്ഥയിലേക്ക് മടങ്ങുകയാണോ? തെറ്റുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ നിസ്കാരങ്ങൾ ശ്രദ്ധിക്കാതെ അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടി അമലുകൾ ചെയ്യുന്നതിൽ നമ്മൾ ബാക്കൗട്ടടിക്കുകയാണോ? തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഒരു കാരണവശാലും നമ്മുടെ നോമ്പും നിസ്കാരവും കബൂലാകില്ല.
കബൂലാകാത്തതിൻ്റെ അടയാളമാണ്. പെരുന്നാളിൻ്റെ അന്ന് പോലും അള്ളാഹു അനുവദിച്ചിരിക്കുന്ന സന്തോഷങ്ങളാകാം, ടൂർ പ്രോഗ്രാമുകളാകാം, വലിയ ആനന്ദങ്ങളാകാം. അത് ദീൻ അനുവാദം നൽകിയിരിക്കുന്ന, ദീൻ ഹറാമാക്കി വച്ചിട്ടുള്ള, ദീൻ നിഷിദ്ധമാക്കി വച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരെ ഒരു ആഘോഷങ്ങളും ആഹ്ലാദങ്ങളും പരിശുദ്ധമായ പെരുന്നാളിൻ്റെ പേരിൽ നടത്താൻ ഒരു മുഅ്മിനിന് സാധ്യമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന തൗഹീദിൻ്റെ പൊൻവെളിച്ചം കൽബിൽ കയറിയിട്ടുള്ളൊരു മുഅ്മിനിന് അള്ളാഹ് പൊരുത്തപ്പെടാത്ത ഒരു ആഘോഷവും കഴിയില്ല. ആ അള്ളാഹുവിൻ്റെ അനുവാദമനുസരിച്ച് എല്ലാ സന്തോഷങ്ങളും നമുക്കാകാം, ഒരു വിരോധവുമില്ല. പ്രിയപ്പെട്ടവരെ, ഇനി അങ്ങോട്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് ഒരു മുസ്ലിമായി അത് ഏറ്റവും വലിയ അഭിമാനമല്ലേ, ഒരു മുസ്ലിമായി ജീവിക്കുക. അങ്ങനെ ജീവിക്കാൻ ഞാൻ തയ്യാറാണ് എന്നൊരു തീരുമാനം വരുന്നുണ്ടെങ്കിൽ പെരുന്നാൾ ദിവസവും സന്തോഷത്തിനിടയിലും ദുഹർ നിസ്കാരം ഖളാ ആക്കി കളയാതെ, നഷ്ടപ്പെടുത്തി കളയാതെ ഒരു കുടുംബത്തിലെ ആളുകൾ മാറുന്നുണ്ടെങ്കിൽ, നാളെ മുതൽ എല്ലാ നിസ്കാരങ്ങളും സൂക്ഷിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നുണ്ടെങ്കിൽ, നാളെ മുതൽ നമ്മൾ സംസാരത്തിൽ നല്ല സൗമ്യമായ ഭാഷകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, കുടുംബത്തോട് നല്ലവണ്ണം പെരുമാറുന്നുണ്ടെങ്കിൽ, മക്കളോട്, ഭാര്യയോട്, ഭർത്താവിനോട് സ്നേഹത്തോടു കൂടെ പെരുമാറുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്നും റമദാൻ മാത്രമല്ല അള്ളാഹുവിൻ്റെ കലാം ഖുർആനിൽ നിന്നും ഓതാൻ വീണ്ടും താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് പാസ് മാർക്ക് ഉറപ്പായി. അങ്ങനെയൊരു ജീവിതം നമ്മൾ കാഴ്ചവെക്കണം. പെരുന്നാൾ വരലോടുകൂടെ, റമദാൻ കഴിയലോടുകൂടെ നിസ്കാരത്തിൽ നിന്നും രാജിയാകുന്ന ആളുകളുണ്ട്, ഖുർആൻ തീരെ ഓതാതെ പോകുന്നവരുണ്ട്, തൗബ ചെയ്യാതെ ദുആ ചെയ്യാതിരിക്കുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, അവർക്ക് യാതൊരു മാർക്കും കിട്ടില്ല. അവർ റമദാനിൽ നടത്തിയത് കേവലം ഒരു നാടകം മാത്രമാണ്. നമുക്ക് നാടകമല്ല വേണ്ടത്, റിയലായിട്ട് നമുക്ക് ചെയ്യുന്ന ഏറ്റവും ഇഖ്ലാസുൽ അമലുകളാണ് വേണ്ടത്. അതങ്ങനെ തന്നെ നമ്മൾ തുടരണം. തമാശയ്ക്കാണെങ്കിലും ഒരു പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു, റമദാൻ കഴിഞ്ഞാലും പള്ളിയിൽ നിസ്കാരമുണ്ടാകുമത്രേ, ഒരു ജമാഅത്തിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചു. യഥാർത്ഥത്തിൽ അത് വിശ്വാസിയുടെ ഖൽബിലേക്ക് കയറേണ്ട സന്ദേശമാണ്. റമദാനിൽ സജീവമാണ്, പക്ഷേ റമദാനിൽ എപ്രകാരമാണോ നമുക്ക് നിസ്കാരം നിർബന്ധമുള്ളത്, കർമ്മങ്ങൾ സൂക്ഷിക്കേണ്ടത്, അത് തന്നെയാണ് റമദാൻ കഴിഞ്ഞാലും നമുക്കുണ്ടാകേണ്ടത്. ആ ഒരു ചൈതന്യം റമദാനിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മൾ വിജയിച്ചു, അല്ലെങ്കിൽ പരാജയപ്പെടും. അതുകൊണ്ട് നോമ്പ് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട നോമ്പാകണോ, നമ്മുടെ അധ്വാനം ലാഭമാകണോ നഷ്ടമാകണോ നമ്മൾ തീരുമാനിക്കണം. അള്ളാഹു ലാഭമായവരിൽ നമ്മളെ അള്ളാഹു ചേർക്കട്ടെ. ഇന്നത്തെ പെരുന്നാൾ സുദിനത്തിൽ പ്രിയപ്പെട്ടവരെ, പെരുന്നാൾ നിസ്കാരത്തിന് കൈകെട്ടുന്നതിന് മുമ്പ് വരെ റാഹത്തായി എവിടെയും നമ്മൾ എവിടെയുള്ളത് അവിടെയെല്ലാം സയ്യിനു അയാദക്കും ബിത്തക്ബീർ, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന പരിശുദ്ധമായ പെരുന്നാൾ തക്ബീറില്ലേ, അത് ഏറ്റവും മനോഹരമായി നമ്മൾ ഉറക്കെ തന്നെ പാരായണം ചെയ്യണം. അതിന് വല്ലാത്ത പുണ്യമാണ്. പരിശുദ്ധമായ പെരുന്നാളിൻ്റെ സുദിനത്തിൽ അൽഹംദുലില്ലാ, പെരുന്നാൾ ദിവസത്തിൻ്റെ സുന്നത്തുകളിൽ ഞാൻ കുളിക്കുന്നു എന്ന നിയ്യത്തിൽ എല്ലാ ഉമ്മമാരും ഉപ്പമാരും എല്ലാവരും ആ നീയത്തിൽ കുളിക്കണം. അതിന് വല്ലാത്ത കൂലിയാണ്. സഹോദരിമാർ പിരീഡ് സമയങ്ങളിൽ പെരുന്നാൾ നിസ്കാരം ഇല്ല എന്ന് കരുതി പെരുന്നാൾ ദിവസത്തെ സുന്നത്ത് കുളി ഒഴിവാക്കിയാൽ വലിയ മൂല്യമുള്ള കൂലി നഷ്ടപ്പെടും. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പെരുന്നാൾ ദിവസത്തിൽ സുബഹി കഴിഞ്ഞിട്ട് നമ്മൾ 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹൽ അദീം പറയേണ്ടതാണ്. ഇനി പറഞ്ഞാലും മതി, പെരുന്നാൾ ദിവസത്തിലെങ്കിലും നമ്മളത് പറയണം. അത് നമ്മുടെ തിന്മയുടെ ഏട്ടുകൾ മുഴുവനും മാച്ചു കളയാനും നന്മകൾ അല്ലാഹു രേഖപ്പെടുത്താനും കാരണമാകുമെന്ന് ഉലമാ പറഞ്ഞിട്ടുണ്ട്. കഴിയുമെങ്കിൽ പെരുന്നാളിന് പള്ളിയിൽ പോകുന്നതിന് മുമ്പ് 400 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, പ്രസ്തുത ഈ ദിക്റുണ്ടല്ലോ, അതൊരു 400 വട്ടം പറഞ്ഞാൽ സ്വർഗത്തിലെ 400 സമ്മാനം അള്ളാഹു ഇറക്കിത്തരും എന്ന് ഹദീത്തിൽ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരല്പം ലഘുവായിട്ട് ഭക്ഷണം കഴിച്ച്, ഒരു ഈത്തപ്പഴം സുന്നത്തിന് വേണ്ടി കഴിച്ച്, ആ നീയത്ത് സുന്നത്താണെന്ന് കരുതി അല്പം നമ്മൾ ഭക്ഷണം കഴിച്ച് ഈത്തപ്പഴം കഴിച്ചിട്ട് പള്ളിയിലേക്ക് പോയാൽ, പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങിയാൽ പെരുന്നാളിൻ്റെ പോരിശയാക്കപ്പെട്ട ഒരു സുന്നത്ത് കൂടെ നമുക്ക് കിട്ടി. അത് നമ്മൾ പരിഗണിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ നല്ല പുതിയ വസ്ത്രം ധരിച്ചു, അവിടെ ധരിക്കുമ്പോൾ ചൊല്ലേണ്ട സുന്നത്തുകളും ദിക്റുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. സുന്നത്തുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പെരുന്നാളിൻ്റെ പുതുവസ്ത്രം ഞാൻ ധരിക്കുന്നു എന്ന നീയത്തില്ലാതെ എത്ര കോടി രൂപയുടെ വസ്ത്രം ധരിച്ചാലും ഒരു കൂലിയുടെ അംശം കിട്ടില്ല. കാരണം സുന്നത്ത് കരുതാത്തത് കൊണ്ട്. പെരുന്നാളിൻ്റെ സുന്നത്തായ വസ്ത്രം ധരിക്കുന്നു എന്ന് പറഞ്ഞ് ബിസ്മില്ലാഹിട്ട് വേണം വസ്ത്രം ധരിക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സുഗന്ധം ഉപയോഗിക്കണം, അതിന് പുണ്യമാണ്. നീക്കപ്പെടേണ്ട രോമങ്ങളെല്ലാം നീക്കം ചെയ്ത് നഖങ്ങളെല്ലാം വെട്ടി വൃത്തിയാക്കി പിരീഡിൻ്റെ സമയത്തല്ലാത്ത എല്ലാ സഹോദരിമാരും
സഹോദരന്മാർ ഏതായിരുന്നാലും ആ ഒരു സുന്നത്തുകളൊക്കെ പരിഗണിച്ച് ഫ്രഷായിക്കൊണ്ടാണ് നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങേണ്ടത്. ഇന്ന് പെരുന്നാൾ നിസ്കരിക്കാൻ പറ്റാത്ത ഒരുപാട് ഉമ്മമാരുണ്ട്. ഞങ്ങൾക്ക് പെരുന്നാളിൻ്റെ ചൈതന്യം കൂലിയൊന്നും കിട്ടില്ല എന്ന് കരുതി വിഷമിക്കാൻ പാടില്ല. ഒരിക്കലും നമുക്ക് കൂലി നഷ്ടപ്പെടില്ല. നമ്മൾ ഈ പെരുന്നാൾ സുദിനത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളിൻ്റെ വസ്ത്രം ധരിക്കലും കുളിക്കലും ഭംഗിയാകലും വീട്ടുകാർക്ക് വേണ്ടി മധുരമുണ്ടാക്കലും പായസം ഉണ്ടാക്കലും ഭക്ഷണം ഉണ്ടാക്കലും അതൊക്കെ പുണ്യമായ അമലാണ്. അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? പ്രിയപ്പെട്ടവരെ, പെരുന്നാൾ സുദിനത്തിൽ ചൊല്ലേണ്ട ഇസ്തിഗ്ഫാറും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അതും ഉമ്മമാരും മസ്റ്റായിട്ട് ചൊല്ലണം. അതുകൂടാതെ സയ്യിനു അഅയാദകും ബിത്തക്ബീർ, നമ്മുടെ പാപങ്ങൾ നിസ്കാരം ഉള്ളവരുടെ നിസ്കാരം കൊണ്ട് പാപം പൊറുക്കുമെങ്കിൽ നിസ്കരിക്കാൻ പറ്റാത്ത മൊമെന്റിൽ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ളുഹുർ വാങ്ക് വരെ തക്ബീർ ചൊല്ലാം. അപ്പോൾ പെരുന്നാൾ തക്ബീർ സജീവമായിട്ട് നിങ്ങൾ ചൊല്ലണം. അതിൻ്റെ പോരിശ വല്ലാത്ത പോരിശയാണ്. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ കുടുംബക്കാരെ ഫാമിലിക്ക് മീറ്റ് ചെയ്യണം, വിളിക്കേണ്ടവരെ വിളിക്കണം, എല്ലാവരോടും റാഹത്തായിട്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ പെരുന്നാൾ ആശംസകൾ പരസ്പരം കൈമാറണം. ആ വലിയ നന്മയിൽ നമ്മളൊക്കെ ഭാഗവാക്കാകണം. ഏറ്റവും വലിയ പെരുന്നാൾ സന്ദേശം റമദാനിൻ്റെ ഒരു ആത്മീയ ചൈതന്യം, റമദാനിൽ നമ്മൾ സ്വീകരിച്ച നിസ്കാരത്തിൻ്റെ കാർക്കശ്യം, അതിൻ്റെ നിലപാട്, അതിൻ്റെ സൂക്ഷ്മത, ഖുർആനോത്ത് എല്ലാം ഇന്നു മുതൽ നമ്മുടെ ലൈഫിലേക്ക് തുടരണം, ചേരണം. അപ്പോൾ നമ്മൾ വിജയിച്ചു. സലാമത്തിലായി അള്ളാഹു വിജയം പ്രാപിച്ച നോമ്പുകാരിൽ, പെരുന്നാൾ സുദിനത്തിൽ വിജയം പ്രാപിച്ച പെരുന്നാളിൻ്റെ ആളുകളിൽ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ. പിന്നെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ശവ്വാലിൻ്റെ ഒന്നാമത്തെ, അതായത് പെരുന്നാളിൻ്റെ ഇന്നത്തെ ദിവസം മഗ്‌രിബ് വാങ്കോടെ കയറി വരുന്ന ശവ്വാൽ 2-ന്റെ രാവാണ്. അതായത് ശവ്വാലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ശവ്വാലിൻ്റെ 6 നോമ്പ്. പരിശുദ്ധ റമദാനിൻ്റെ ഒരു മാസക്കാലത്ത് നോമ്പ് കഴിഞ്ഞാൽ പിന്നെ പെരുന്നാൾ, നോമ്പ് ഹറാമുള്ള ദിവസം, നോമ്പ് പിടിച്ചാൽ കുറ്റം കിട്ടുന്ന ദിവസം, മുഅ്മിനീങ്ങൾ സന്തോഷിക്കേണ്ട ദിവസം. ഈ ദിവസം കഴിഞ്ഞാൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നാളെ മുതൽ ഒരു 6 ദിവസത്തെ നോമ്പ് സുന്നത്തുണ്ട്. ശവ്വാൽ 6 നോമ്പ്. അപ്പോൾ ശവ്വാലിൻ്റെ 6 നോമ്പ് സുന്നത്ത് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഇനി റമദാൻ്റെ നോമ്പ് ഖളാ വീട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ നിയ്യത്ത് ചേർത്തി കൊടുക്കാം. ശവ്വാലിൻ്റെ സുന്നത്ത് നോമ്പ് എന്ന് നിയ്യത്ത് വെച്ചിട്ട് നമുക്ക് പിടിക്കാവുന്നതാണ്. അൽഹംദുലില്ലാ, അത് റമദാനിനോട് തുടർന്ന്, അതായത് നാളെ മുതൽ 6 ദിവസത്തേക്ക് തുടർന്നാൽ ഏറ്റവും പൂർണ്ണമായ കൂലിയാണ്. കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ, അങ്ങനെ പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഈ ശവ്വാൽ മാസം ഒരു മാസക്കാലത്തെ ഏതെങ്കിലും ഒരു 6 ദിവസം നോമ്പുകാരാവണം. പ്രത്യേകിച്ച് തിങ്കളാഴ്ച വ്യാഴാഴ്ച നോമ്പ് പിടിക്കുന്നവരാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ആ ദിവസങ്ങൾ സെലക്ട് ചെയ്യാം. ഏതായാലും ശവ്വാൽ 6 നോമ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ശവ്വാൽ 6 നോമ്പ് കൂടെ റമദാനിനോട് തുടർത്തി ഒരാൾക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ സ്വാമദ്ദഹറക്കുല്ല, അവർ കാലം മുഴുവനും നോമ്പ് പിടിച്ചവരാണ് എന്ന് പരിശുദ്ധമായ ഹദീസുകൾ നമ്മളോട് പറയുന്നുണ്ട്. ആ പുണ്യങ്ങൾ നമ്മൾ കരസ്ഥമാക്കണം. ആ നോമ്പിൻ്റെ പോരിശ നമ്മൾ മനസ്സിലാക്കണം. അതുകൂടെ ഈ നന്മയിൽ നമ്മൾ മറക്കാൻ പാടില്ല. എല്ലാവർക്കും സന്തോഷത്തോടുകൂടെ ഒരിക്കൽ കൂടെ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅ്മാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.